ഹലോ, നമുക്ക് കപ്പ വെച്ചിട്ട് നമുക്കൊരു കപ്പ വട ഉണ്ടാക്കിയല്ലോ. അപ്പൊ നമുക്ക് കപ്പ നന്നായി മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കണുണ്ട്. പിന്നെ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. പിന്നീട് നമുക്കിത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തൊലിയൊക്കെ നന്നായി ചെത്തി മാറ്റിയെടുക്കണം കേട്ടോ. ഈ കപ്പ വട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയവർ പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ട് നമുക്ക് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് നന്നായി ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറേ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും മതി, കപ്പ ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതേമാതിരി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് വലിയ കഷ്ണം ഒരു ചെറിയ കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ഇത്രയുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി അത് അതിന്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടി വെക്കാനായിട്ടോ. നമുക്ക് ഈ കപ്പയിലെ കട്ട് കളയണം നമുക്ക്. അപ്പൊ അത് കുറച്ച് നേരം അനക്കാതെ വെക്കാം. അതിനുശേഷം നമുക്കൊരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കുറച്ച് വേപ്പിലും പിന്നെ സവാളയും കൂടി ചേർത്തിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതിലേക്ക് ഇടുന്നേക്കാൾ മുന്നേ ഇതിന്റെ കട്ട് കളയണം. ഇതിന്റെ വെള്ളം നന്നായി പിഴിഞ്ഞ് മാറ്റി കളയണം കേട്ടോ. ഈ വെള്ളം നമുക്ക് പിന്നെ കളയാം. അങ്ങനെ ഇത് പിഴിഞ്ഞ് മാറ്റി വെച്ച ഈ കപ്പയിലേക്ക് നമുക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ. ഇതിലേക്ക് ഇത് നന്നായി തിരുമ്പിയെടുക്കണം കേട്ടോ. നമുക്ക് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിലേക്ക് എൻ്റെ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ തന്നെ ഉപ്പിൻ്റെ ഒരു അംശത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി അത് മുളക് പൊടിയൊക്കെ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒപ്പം തന്നെ കുറച്ച് കടലമാവ് ഇട്ടിരിക്കുന്നത് 3 ടീസ്പൂൺ കടലമാവ് ഇട്ടിരിക്കുന്നത് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത്രയും കപ്പയ്ക്ക് 3 ടീസ്പൂൺ കടലമാവ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി കുഴച്ച് നോക്കിയിട്ട് വേണം കേട്ടോ. കുറച്ചും കൂടി ഇടണമെങ്കിൽ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കണം കേട്ടോ. നമുക്കപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഇതേ കുറച്ച് കടലമാവ് കൂടി ഞാൻ ചേർത്തായിരിക്കും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും കടലമാവ് നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൈ കൊണ്ടൊന്ന് കുഴച്ച് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് നമുക്കൊന്ന് പരിപ്പ് വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കണം. ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ചെറിയ ചെറിയ പരത്തിയെടുക്കണം കേട്ടോ, ബോൾസ് ആക്കിയിട്ട്. അപ്പൊ ഇത്രയും കപ്പയ്ക്ക് കുറേ കപ്പ വട കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ അവസാനം ഇത്രയും കപ്പ വട ഉണ്ടാക്കാൻ നമ്മൾ പോണ്. ഗ്യാസ് കത്തിച്ചിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറിയ തീരി വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ, കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഉൾഭാഗം വേവും വേണം. അപ്പം ചെറിയ തീരിട്ടിട്ട് നന്നായി വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കപ്പ വട നമുക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടാ, സൂപ്പറാണ്. നല്ല കട്ടൻ കാപ്പിക്കും കട്ടൻ ചായക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് വട. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൂസിന് നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കാൻ നല്ല സമയമായിട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.